നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തിയായ ആദിപരാശക്തിയെയും സർവ്വചരാചരങ്ങളുടെ സൃഷ്ടിയായ പരബ്രഹ്മത്തെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതം എന്നത് സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്ന ഒരു ചക്രം പോലെയാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കഠിനമായി അധ്വാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം ബാക്കിയാവുന്നതെന്ന്. എന്നാൽ ജ്യോതിഷശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹവും ഒത്തുചേരുന്ന ഒരു പുണ്യ സമയം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വന്നെത്താറുണ്ട്. അത്തരത്തിലൊരു മഹാഭാഗ്യപൂർണമായ സുദിനത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പരാമർശിക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച, അതായത് ജൂൺ 1-ാം തീയതി, നമ്മുടെ പ്രപഞ്ചത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഊർജ്ജമാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് തൊട്ടടുത്ത ദിവസമായ ജൂൺ 2-ന് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശുഭകരമായ വ്യാഴത്തിൻ്റെ അതിപ്രധാനമായ ഒരു മാറ്റം നടക്കുകയാണ്. ജ്യോതിഷത്തിൽ വ്യാഴമെന്നാൽ ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്താന സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. ഈ മാറ്റത്തിൻ്റെ ഫലമായി പ്രപഞ്ചനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും അഖിലാണ്ടേശ്വരിയായ അമ്മ മഹാലക്ഷ്മിയുടെയും അതോടൊപ്പം കലിയുഗവരദനായ സ്വാമി അയ്യപ്പൻ്റെയും ചൈതന്യം ഭൂലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന സുദിനമാണ്. അതായത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ഐശ്വര്യപൂർണമായ സുദിനങ്ങൾ വന്നെത്തുമ്പോൾ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആളുകളുടെയും ജീവിതം മാറുന്നത് അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം അവർക്ക് സൗഭാഗ്യങ്ങളും ഇത്തരം ഐശ്വര്യപൂർണമായ ദിനങ്ങളും കടന്നു വരുമ്പോഴാണ്. നാം ഒന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും, ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴിയിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് ഉയർച്ചകൾ കൈവരിച്ചിരിക്കുന്നത്. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പരിവർത്തനം ചെയ്ത എത്രയെത്ര ആളുകൾ. ഇതെല്ലാം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം സൗഭാഗ്യം വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. അത്തരത്തിലൊരു സൗഭാഗ്യം തന്നെയാണ് നിങ്ങളിലേക്കും കടന്നു വരാൻ പോകുന്നത്. നാം ഇവിടെ പരാമർശിക്കാൻ പോകുന്ന 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്നു. ജീവിതത്തിലെ സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസിക വിഷമതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഈ നാളുകാരെ രക്ഷിക്കുന്നതായിട്ട് ദർശന ചിന്തയിലും പ്രശ്നചിന്തയിലും വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ കൂടുതൽ ചൈതന്യവത്താക്കി തീർക്കുവാൻ ഈ പുണ്യദിനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നാം ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരാൻ പോകുന്ന ഉദയാസ്തമന പൂജകളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ പ്രത്യേക പൂജകളിലും പങ്കാളിയാവുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമൻ്റായി നൽകി പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം ഐശ്വര്യപൂർണമായി കടന്നു വരുന്ന സുദിനങ്ങളെ നാം ഇരുകൈ നീട്ടി പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ഉരുവിടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നാം അത് നിങ്ങളോട് പറയുന്നതും. നമുക്കൊപ്പം തീർച്ചയായും നെഗറ്റീവ് ഊർജം ഉണ്ടാവും. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജം കടന്നു വരുന്നു. ഈ നെഗറ്റീവ് ഊർജം ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നശിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ഉരുവിടുവാനും അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവണമെന്നും പറയുന്നത്. നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നത് ആ ദിവസം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാവാൻ സഹായിക്കും. ആ ദിവസം ഉടനീളം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനും സഹായിക്കും. അതുകൊണ്ട് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയായി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിർത്തുക. പ്രിയപ്പെട്ടവരെ, ഇനി എന്നത്തെയും പോലെ നിങ്ങൾ ഈ ഒരു അധ്യായത്തിന് ലൈക്കുകൾ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങളുടെ കമൻറ്റുകൾക്ക് നാം കൃത്യമായി മറുപടി നൽകാറുണ്ട്. ഇനി നമുക്ക് കാണാൻ സാധിച്ച ജൂൺ മാസം മുതൽ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന, ജൂൺ മാസം മുതൽ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ ദിനങ്ങൾ കടന്നു വരാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാം നടത്തിയ പ്രശ്നചിന്തയിൽ ആദ്യം തെളിഞ്ഞു വന്നത് അശ്വതി നക്ഷത്രമാണ്.
ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതിക്കാർ. ഇന്ന് പ്രശ്നചിന്തയിൽ നോക്കുന്ന സമയത്ത് ഇവർക്ക് വളരെയധികം ശത്രുദോഷമുള്ളതായും കാണുവാൻ സാധിച്ചു. വെളിച്ചപ്പാടുകളുടെ ശാപം, എരിച്ചൽ, ശാപവാക്കുകൾ, ദുർമന്ത്രവാദങ്ങൾ അങ്ങനെയെല്ലാം കൂടി പൊറുതിമുട്ടിക്കഴിയുന്ന ഒരു അവസ്ഥയിലാണ് അശ്വതി നക്ഷത്രക്കാർ ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനപ്രയാസങ്ങൾ, മനോവേദനകൾ, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ എന്നിവ മാത്രമല്ല, തൊഴിൽ മേഖലകളിലും കടുത്ത പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്. ഇവരുടെ ജീവിതത്തെ കണ്ണീരണിയിപ്പിക്കുവാനും വേദനിപ്പിക്കുവാനും ചതിയിലും വഞ്ചനയിലും പെടുത്തുവാനും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് നരകയാതനകളും അശ്വതിക്കാർ അനുഭവിച്ചു. എന്തിനേറെ പറയുന്നു, കുറേയേറെ അശ്വതി നക്ഷത്രക്കാരെ നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലാണ്. എങ്ങോട്ട് പോകും, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അശ്വതി നക്ഷത്രക്കാർ. അത്രമാത്രം ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഇവരിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് കണ്ണീർ മഴയിൽ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. പക്ഷേ ഇവർ ഇതൊന്നും ആരോടും പറയാറില്ല, പുറത്തറിയിക്കാറില്ല. പറഞ്ഞിട്ടെന്ത് കാര്യമെന്ന ഭാവമാണ് ഇവർക്ക്. സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും ഇവർക്ക് കഴിയാത്ത അവസ്ഥയിലാണ്. എത്രയോ ദിവസങ്ങളിൽ ആരും അറിയാതെ മുറിയടച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ടിവർ. മക്കളും മാതാപിതാക്കളും എന്തിനേറെ പറയുന്നു, സ്വന്തം പങ്കാളികൾ പോലും ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഇവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ അതിന് അനുകമ്പ കാണിക്കുവാനോ സഹതപിക്കുവാനോ ആർക്കും സമയമില്ല. ജീവിതത്തിൽ തീർത്തും ഒരു നിസ്സംഗത ഭാവത്തിലാണ് പല അശ്വതി നക്ഷത്രക്കാരും ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് നാം നടത്തിയ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു കണ്ടത് അശ്വതി നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണെന്നാണ്. സാക്ഷാൽ ഭഗവാൻ അയ്യപ്പനും കൂടെ മഹാദേവനും ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് വാനോളം ഉയർത്തുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാക്കി, എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കി, ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി ഈ നാളുകാരെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഭഗവാനും ഭഗവതിയും എല്ലാം ഇവർക്കൊപ്പമുണ്ട്. ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും അടുത്ത 6 മാസത്തിനുള്ളിൽ തീരുമെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഭഗവാനോട്, അതായത് അയ്യപ്പ സ്വാമിയോട്, മഹാദേവനോട് ഒന്ന് ചോദിച്ചാൽ മതി. വരമായി നിങ്ങളുടെ കൈകളിലേക്ക് അത് വച്ചു തരുന്ന സുദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അശ്വതിക്കാർക്ക് നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് വളരുകയാണ്. പ്രതിസന്ധികൾ ഓരോന്നായി ഇല്ലാതായി മാറാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം മറികടക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും. വളരെ വലിയൊരു ധനം കൈകളിലേക്ക് വരാൻ പോവുകയാണ്. അതായത് അപ്രതീക്ഷിത ധനയോഗം തന്നെ. നിങ്ങൾക്ക് നിധി പോലും ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, കർമ്മ മേഖലകളിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നു. വിദേശത്തും സ്വദേശത്തും ധാരാളം തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഭൂമി വാങ്ങുന്നതിൻ്റെയോ വീട് വെക്കുന്നതിൻ്റെയോ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നു. തൊഴിൽ മേഖലകളിൽ അർഹിച്ച അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രശംസ പത്രങ്ങളിലും അവാർഡുകളും വരെ ലഭിക്കാനുള്ള ഒരു യോഗമാണ് അശ്വതിക്കാരെ കാത്തിരിക്കുന്നത്. സന്താന സൗഭാഗ്യം, വിവാഹയോഗം, വാഹനയോഗം, ഭവനയോഗം എന്നുവേണ്ട സർവ്വവിധത്തിലുള്ള യോഗങ്ങളും ഭഗവാൻ നിങ്ങളിലേക്ക്, നിങ്ങളുടെ കൈവെള്ളയിലേക്ക് തരികയാണ്. എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് ഭഗവാനോട് പറഞ്ഞാൽ മതി. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിത്തരുവാൻ സാക്ഷാൽ മഹാദേവനുണ്ട്, അയ്യപ്പ സ്വാമിയുണ്ട്. ജൂൺ 1 തിങ്കളാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. രണ്ടാമതായി നമുക്കിവിടെ കാണാൻ സാധിച്ചത് ചോതി നക്ഷത്രമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ഐശ്വര്യകമായ വിജയത്തിൻ്റെ വസന്ത കാലഘട്ടമാണ് ചോതി നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നത്. ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ നിർഭാഗ്യങ്ങളാണ് ഇതുവരെ വന്നുപോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ചോതി നക്ഷത്രക്കാർ വളരെയേറെ മാനസിക പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും തീരാവേദനകളിലും ആയിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിമിഷങ്ങൾ, പ്രണയ നൈരാശ്യങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളാണ് ചോതി നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ചോതി നക്ഷത്രക്കാർ. കഴിഞ്ഞ 17 വർഷക്കാലമായി ജീവിതത്തിൽ എന്നും കണ്ണീരു തന്നെ. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾക്കായി ശ്രമിച്ചിട്ടും പലപ്പോഴും കൈവെള്ളയിൽ വന്ന സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇവർക്കുണ്ടായത്. വിളിക്കാത്ത ദൈവങ്ങളില്ല, നടത്താത്ത വഴിപാടുകളില്ല, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇതായിരുന്നു ചോതി നക്ഷത്രക്കാരുടെ അവസ്ഥ. ചോതി നക്ഷത്രക്കാർ ഈ ഒരു അധ്യായം കാണുന്നുണ്ടെങ്കിൽ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാവുക തന്നെ ചെയ്യും. നാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. ഒരുപാട് ശത്രുദോഷങ്ങൾ ചോതി നക്ഷത്രക്കാർ അനുഭവിച്ചിട്ടുണ്ട്. കൂടെ നിന്നവർ പോലും, സ്വന്തക്കാർ പോലും ശത്രുക്കളായ ഒട്ടേറെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആഭിചാര ദോഷങ്ങളാൽ പലതും തടസ്സപ്പെട്ട് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടിയിരുന്ന പലതും ഇല്ലാതായി തീർന്നിട്ടുണ്ട് ചോതി നക്ഷത്രക്കാർക്ക്. എന്നാൽ ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രശ്നത്തിൽ അവതരിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്.
ഇവരുടെ എല്ലാ ശത്രുദോഷങ്ങളും നീക്കി എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുവാൻ അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നിങ്ങളിലേക്ക് എത്തുകയാണ്, നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണ്. ചോതി നക്ഷത്രക്കാർ ഐശ്വര്യത്തിൻ്റെ കൊടിമുടി കയറുന്ന ദിവസങ്ങളാണ് 1-ാം തീയതി മുതൽ സംഭവിക്കുന്നത്. ചോതിക്കാരുടെ സമയം തെളിയുകയാണ്. കർമ്മമേഖലകളിൽ അനവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. തൊഴിലിനായി വളരെ നാളുകളായി ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരുപാട് ചോദ്യ നാളുകാരെ നമുക്കറിയാം. നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു. സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾക്കുള്ള സമയം തെളിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും കൈവരും. മത്സര പരീക്ഷകളിൽ, PSC പരീക്ഷകളിൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ എഴുതുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. സമ്പത്ത് കൊണ്ട് ആറാടുന്ന നിമിഷങ്ങളാണ് ചോദ്യ നാളുകളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചോതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത്രയേറെ ഐശ്വര്യങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. അവർ അനുഭവിച്ച കഷ്ടതകളുടെ 7 ഇരട്ടി ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതവരുടെ പ്രാർത്ഥനകളുടെ ചൈതന്യമാണ്, അവരുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. ഈ 1-ാം തീയതി മുതലുള്ള ഒരു വർഷക്കാലം കൊണ്ട് ജീവിതം അപ്പാടെ മാറിമറിയും. ചോതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1-ാം തീയതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദർശനം നടത്തണം. ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രങ്ങൾ ജപിച്ച് നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന, സ്വപ്നങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനും ഭഗവതിയും നിങ്ങൾക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉദിച്ചു വരുന്ന മറ്റൊരു നക്ഷത്രം ഭരണിയാണ്. സകല നക്ഷത്രങ്ങളുടെയും സകല ചരാചാരങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമായി മാറുകയാണ് ഭരണി നക്ഷത്രം. ഇത് കൃത്യമായി ഗണിച്ച് അച്ചിട്ടായി പറയുന്ന കാര്യമാണ്. ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയുക ധൈര്യമായിരിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമസ്ത ഐശ്വര്യങ്ങളും വന്നു ചേരും. എഴുതി വച്ചുകൊള്ളുക, ഈ പ്രവചനം അച്ചിട്ടാവും. പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ അതേപോലെ ഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും. ഭരണി നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളും കണ്ടവരാണ്. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ലാത്തവരാണ്. കഴിഞ്ഞ 17 വർഷക്കാലമായി ഭരണി നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ സമാനതകൾ ഇല്ലാത്തതു തന്നെയാണ്. ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിക്കാമോ അതെല്ലാം ഭരണി നക്ഷത്രക്കാർ അനുഭവിച്ചിരിക്കുന്നു. നമ്മെ കാണുവാനായിട്ട്, പ്രശ്നം നോക്കുവാനായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ, ഭരണി നക്ഷത്രക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇനി അനുഭവിക്കാനായിട്ട് വേറൊന്നുമില്ലല്ലോ എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം അത്രമാത്രം വേദനകൾ നിറഞ്ഞതാണ്. സങ്കടക്കടലിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്നവരാണ് ഇവർ. ഇവരെ പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരുമുണ്ട്, തള്ളിക്കളഞ്ഞവരുമുണ്ട്. ഈ കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടും ഭരണി നക്ഷത്രക്കാർ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ നിമിഷങ്ങൾ ഒട്ടനവധി. ചുറ്റും നിന്നവർ പോലും, അടുത്തു നിന്നവർ പോലും അവരുടെ മനസ്സ് നന്നായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈശ്വരനല്ലാതെ വേറൊരു തുണ ഇവർക്കില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ വിളിയുണ്ടല്ലോ, നിങ്ങൾ നടത്തിയ വഴിപാടുകളുണ്ടല്ലോ, അത് അയ്യപ്പസ്വാമി കേട്ടുകഴിഞ്ഞു. അയ്യപ്പസ്വാമി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ജഗദീശ്വരൻ പൊന്നു തമ്പുരാൻ അയ്യപ്പസ്വാമി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളെ ചതിച്ചവരെ, നിങ്ങളെ വഞ്ചിച്ചവരെ, നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെ, പരിഹസിച്ചവരെ ഇവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതരായി നടന്നു നീങ്ങുന്ന ദിവസങ്ങൾ നൽകി ഭഗവാൻ വരികയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക്. തൊഴിൽപരമായിട്ടുണ്ട്, വിവാഹയോഗം, സന്താന സൗഭാഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം സാക്ഷാൽ അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നടത്തിത്തരുവാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം മകൈര്യം നക്ഷത്രമാണ്. ഏതാണ്ട് 10-12 വർഷക്കാലമായി മകൈര്യം നക്ഷത്രക്കാർ ദുരിതം നിറഞ്ഞ ഒരു ജീവിത പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ പോരാട്ടങ്ങൾ നിറഞ്ഞ ഒരു സമയം. മനസമാധാനത്തോടെ ജീവിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടം മകൈര്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്നു തീരുമ്പോൾ മറ്റൊരു പ്രശ്നം, അത്തരത്തിൽ പ്രശ്നം ഓരോന്നായി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പല ആളുകളും പരിഹസിച്ചും തള്ളിപ്പറഞ്ഞും ഒറ്റപ്പെടുത്തി. അപവാദങ്ങൾ ഏറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ധാരാളം അനുഭവിക്കുന്നവരാണ് മകൈര്യം നക്ഷത്രക്കാർ. മക്കളെക്കുറിച്ചോർത്ത് ഏറെ വേദന അനുഭവിക്കുന്നവരാണ് മകൈര്യം നക്ഷത്രക്കാർ. ലഹരിക്ക് അടിമപ്പെട്ട മക്കൾ, ചിലർ കടക്കെണിയിൽപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നു. ജീവിതം നിറയെ സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ, ബാങ്കിലെ കുടിശ്ശികകൾ, ജപ്തി ഭീഷണി പോലും ഉണ്ടാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയ്യപ്പസ്വാമി കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൊടുമുടിയിലേക്ക് നയിക്കുവാൻ, ജീവിത വിജയം തരുവാൻ, കർമ്മ മേഖലകളിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി തരുവാൻ ഭഗവാൻ വരികയാണ്. തൊഴിൽ വലിയ ഉയർച്ചയുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായിട്ടും ഏറെ മെച്ചപ്പെട്ട സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന 3 രാജയോഗങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്.
പാരിജാത യോഗവും ഗജകേസരി യോഗവും മഹാരാജ്ഞി യോഗവും നഷ്ടപ്പെട്ടത് ഓരോന്നും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യപൂർണ്ണമായ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. ഇന്ന് പുലർച്ചെ പ്രശ്നം പരിശോധിക്കുന്ന സമയത്ത് കണ്ട മറ്റൊരു നക്ഷത്രം അത്ത നക്ഷത്രമാണ്. ഭഗവാൻ അയ്യപ്പസ്വാമി സാക്ഷാൽ പരമേശ്വരനും ദേവന്മാരിൽ ദേവനായ സാക്ഷാൽ ശ്രീ പരമേശ്വരനും അത്തനാളുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. 1-ാം തീയതി കഴിയുന്നതോടുകൂടി അയ്യപ്പസ്വാമിയും മഹാദേവനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനു വിഷമിക്കണം? മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഭഗവാൻ അയ്യപ്പസ്വാമിയും സാക്ഷാൽ പരമേശ്വരനും നിങ്ങൾക്ക് നൽകുന്നത്. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾ വരുന്ന ഒരു സുവർണ്ണ കാലമാണിത്. ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് ശ്രീ സാക്ഷാൽ അയ്യപ്പസ്വാമിക്കൊപ്പം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ്. അയ്യപ്പസ്വാമിക്കൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ നേരിട്ട് അവതരിച്ചാൽ അതിൻ്റെ ഒരു ഫലം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവസമാണ്. സാധ്യമാവുകയാണെങ്കിൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി വരുന്നത് മൂലം ചതയം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നെൻ്റെ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു കണ്ട രൂപം പൊന്നു തമ്പുരാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാന്റേതാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യത്തിലുള്ള ഈ പുണ്യ ദിവസങ്ങളിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ പൊന്നു തമ്പുരാന്റെ രൂപം എൻ്റെ പ്രശ്നപ്പലകയിൽ തെളിഞ്ഞിരിക്കുന്നത് ചതയം നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു എന്നത് പറയാം. ഇന്ന് പുലർച്ചെ പ്രശ്നം നോക്കുന്ന സമയത്ത് ചതയം നക്ഷത്രക്കാർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്നും കൃത്യമായി കാണാൻ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ കാണുവാൻ സാധിച്ചത്. ഒന്നോ അതിലധികമോ കാര്യങ്ങൾ നടന്നു കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് നടന്നു കിട്ടേണ്ട സവിശേഷ സമയം തന്നെയാണിപ്പോൾ. ഉള്ളു നീറി പുകയുന്നുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട് ചതയം നക്ഷത്രക്കാർ. കൂടെ നിൽക്കേണ്ടവർ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ ഏറെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞിട്ട് പോയിട്ടുള്ള എത്രയോ രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2 നക്ഷത്രക്കാരെയും ചേർത്ത് നിർത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനും സ്വാമി അയ്യപ്പനും കൂടെയുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണോ അതൊക്കെ ആത്മാർത്ഥമായി മനസ്സിരുത്തി ഭഗവാനോട് നിങ്ങൾക്ക് ചോദിക്കാം. നാരായണ മന്ത്രം ചൊല്ലുക. വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട. ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ 2 മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത 1 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്തതായി വരുന്നത് മകം പൂയം നക്ഷത്രമാണ്. ഇന്ന് പ്രശ്നം പരിശോധിക്കുന്ന സമയത്ത് സാക്ഷാൽ അയ്യപ്പസ്വാമിക്കൊപ്പം നരസിംഹസ്വാമിയുടെ രൂപമാണ് പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടത്. ഭഗവാന്റെ ചൈതന്യം ചൊരിഞ്ഞ് അയ്യപ്പസ്വാമി ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒപ്പം സാക്ഷാൽ നരസിംഹമൂർത്തിയും വന്നിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ നമുക്ക് പ്രശ്നചിന്തയിൽ നരസിംഹമൂർത്തിയുടെ രൂപം തെളിഞ്ഞു കാണാറുള്ളൂ. അതും ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മന്ത്രവാദം, വിളിച്ചാക്ഷേപം, എരിച്ചൽ, പ്രാക്ക്, ശാപവാക്കുകൾ എല്ലാം അങ്ങുമിങ്ങും തലങ്ങും വിലങ്ങും ഇവർക്ക് ഏറ്റിട്ടുണ്ട്. ആ ശൃംഖലകളെല്ലാം വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് നാളുകളായി നടക്കണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടും. ജീവിതം കെട്ടുറപ്പുള്ളതായി തീരും, സന്തോഷപ്രദമായി തീരും, ഐശ്വര്യപൂർണ്ണമായി തീരും. 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം അച്ചിട്ടായി വെച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരും. സർവ്വ മംഗളകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നാളിതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിതങ്ങളും, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും ഇനി ജീവിതത്തിൽ ഇനി സുവർണ്ണ കാലമായി മാറുകയാണ്. നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങളിലൂടെ വന്നു ചേരും. ഐശ്വര്യപൂർണ്ണമായ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ നൽകുന്ന ഉത്തരമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മനസമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുക. സമ്പത്തും സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ അധിപനായ വ്യാഴം അനുകൂലമായി മാറുന്നതോടെ ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ നരസിംഹമൂർത്തി സ്വാമി അയ്യപ്പൻ എന്നിവരുടെ ചൈതന്യം നിങ്ങളുടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പതിക്കുന്നതോടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരികയാണ്. ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജൂൺ മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുയോജ്യമായ വിഷ്ണു ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നാം ഇവിടെ പരാമർശിച്ച നക്ഷത്രക്കാരെല്ലാം തന്നെ മുൻകോപമോ എടുത്തുചാട്ടമോ ഒഴിവാക്കി ശാന്തമായി കാര്യങ്ങളെ സമീപിക്കുക. ശത്രുക്കൾ നിങ്ങളുടെ വളർച്ച കണ്ട് തനിയെ പിന്മാറുന്ന സമയം കൂടിയാണിത്. കടബാധ്യതകളിൽ നിന്നുള്ള മോചനം, വിദേശ തൊഴിൽ യോഗം, വിവാഹ സന്താന സൗഭാഗ്യങ്ങൾ, ഭവന വാഹന യോഗങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും. അടുത്ത 6 മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ചടി കുതിച്ചുയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.
പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് സകല ദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.